ഇനി ആരാണ്? ജനമോളോ? അഭിരാമി വാങ്ങാൻ വന്നിട്ടോ ദേഷിച്ചു നോക്കി കേട്ടോ. ഓക്കെ. അപ്പൊ ജനമോളെ, മോളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും നല്ല സൗന്ദര്യം, ബാഹ്യമായ സൗന്ദര്യം, അതായത് എല്ലാവരും പറയും നല്ല മനസ്സ് നല്ല പെരുമാറ്റമാണ് ബാഹ്യമായ സൗന്ദര്യം. അങ്ങനല്ല, നമ്മൾ വസ്ത്രം ധരിക്കുന്നു, ഒരുങ്ങുന്നു, അല്ലേ, കണ്ണെഴുതുന്നു, പൊട്ടിടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ബാഹ്യമായിട്ട് നമ്മൾ ഒരുങ്ങി ഇറങ്ങുന്നതിൽ മോൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സൗന്ദര്യം, ആ സൗന്ദര്യത്തിൻ്റെ ആധികാരികത, അതായത് അതിന് ആധാരം എന്തിനാസ്പദമാക്കിയാണ് ആ സൗന്ദര്യം വരേണ്ടത് എന്ന് ചോദിച്ചു. മോളുടെ ഉത്തരം പറഞ്ഞോളൂ. അതിൽ 3 കാര്യമാണ് എനിക്ക് തോന്നിയത്. 3 കാര്യമാണ് അതിൽ തോന്നിയത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എവിടെയായാലും എന്തൊരു കാര്യത്തിലോട്ട് പോലും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങി. ഇപ്പം ഒരു സ്ഥലത്ത് പോകുമ്പോൾ, ഇപ്പം ഡാൻസ് ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോഴത്തേക്കും കുറിയൊക്കെ ഇട്ട് പൊട്ടൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഒരുങ്ങി. ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് വേറൊരു രീതിയിൽ വലിയ കമ്മൽ തന്നെ ചെറിയൊരു കമ്മലൊക്കെ ഇട്ട്. അപ്പം ഓരോ രീതിയിൽ നമ്മളിങ്ങനെ ഒരുങ്ങി ഇറങ്ങുമ്പോൾ നമുക്കിതൊരു ആത്മവിശ്വാസമുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ പോകുമ്പോൾ അത് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് യോജിച്ച ഡ്രസ്സ്, അതായത് നമ്മളിപ്പോൾ പല രീതിയിലായിരിക്കും നമ്മുടെ മേത്ത് ഒരു ഡ്രസ്സ് ഇട്ടായാലും ശരീരഘടനയ്ക്കൊക്കെ, അതെ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് നമുക്കത് യോജിച്ചതായിരിക്കണം. അങ്ങനെ യോജിച്ചതായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരുക്കവുമായിരിക്കണം. ഇപ്പൊ നമ്മൾ ജീൻസും ടോപ്പും ഇട്ടിട്ട് രുദ്രാക്ഷം ഇട്ട് ലുക്ക് വരില്ലേ? നമ്മളല്ല, അതീ വലിയ കുഴപ്പമില്ല. ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ട് ജിമിക്കി ബാഗി ജീൻസിന്റെ കൂടെയൊക്കെ ജിമിക്കി ഒക്കെ ഇട്ടാൽ കുറച്ച് നല്ലതാണ്. അങ്ങനെയല്ല, നമുക്ക് ഒട്ടും ഒന്നും തോന്നാത്ത രീതി, ആ ഒരു രീതി രണ്ടാമത്തേതായിട്ട്. അതായത് അങ്ങനെ ചെയ്താൽ അതിനൊരു പൂർണ്ണത വരില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തേന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സംസ്കാരം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും നമുക്കൊരു സംസ്കാരം കാണും. അത് ചിലപ്പോൾ നമ്മൾ ജനിച്ചതിന് മുൻപേ, ഒരുപാട് മുൻപേ വന്നതാ. പക്ഷേ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ജനിച്ച് വളർന്ന് വരുമ്പോൾ നമ്മൾ പോലും അറിയാം, നമ്മളെ ബ്ലഡിൽ അത് കാണും. അത് നമ്മൾ ചിലപ്പോൾ നമുക്ക് പുറം രാജ്യങ്ങൾക്കും വേറെ ഏതിലും നമുക്ക് അട്രാക്ഷൻ തോന്നുമെങ്കിലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ അത് ഇടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പോലും അറിയേണ്ട ഒരു സന്തോഷം കാണും. അത് എനിക്ക് തോന്നാറുണ്ട്, അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. മോള് ഉദ്ദേശിക്കുന്നത് ആത്മവിശ്വാസം, പിന്നെ അനുയോജ്യത, നമ്മുടെ സംസ്കാരം, ഇത് 3 ആസ്പദമാക്കി ഒരുങ്ങി ഇറങ്ങിയാൽ അതിൽ സൗന്ദര്യം ഉണ്ടാകുമെന്ന് മോൾ വിശ്വസിക്കും. തീർച്ചയായിട്ടും നല്ലതായിട്ടുണ്ട് കേട്ടോ. നല്ല ഡീപ്പായിട്ട് തന്നെ ചിന്തിച്ച്, മീൻസ് എല്ലാവരും നന്നായിട്ട് തന്നെ ചിന്തിച്ച് മക്കളെ, നന്നായിട്ടുണ്ട്. ഇത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും നല്ല തോന്നിയില്ലേ? അല്ല, എനിക്കൊരു സംശയമായിട്ട് ഞാനിനി ചിന്തിച്ചാലും ശരി മക്കളെ, നന്നായിട്ടുണ്ട്. ഓക്കെ.